أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. സദഖല്ലാഹു. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫജ്റിൻ്റെ 21, 22, 23, 24 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കാ. കല്ല, വേണ്ട. ഇദാ ദുക്കത്ത്, പൊടിക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. ദക്കൻ ദക്കൻ, പൊടി പൊടിയാക്കൽ. കല്ല ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക. കല്ല, വേണ്ട. ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി പൊടി പൊടിയാക്കപ്പെട്ടാൽ. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. വജാഅ റബ്ബുക, വജാഅ വന്നാൽ, വരികയും ചെയ്താൽ. റബ്ബുക, നിന്റെ റബ്ബ്. വൽ മലക്കു, മലക്കുകൾ. സ്വഫൻ സ്വഫ, അണി അണിയായിട്ട്. വജാഅ റബ്ബുക വൽ മലക്കു സ്വഫൻ സ്വഫാ. നിന്റെ റബ്ബ് വരികയും മലക്കുകൾ അണിയണിയായി വരികയും ചെയ്താൽ. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു الذിക്റാ. വജീഅ, കൊണ്ടുവരപ്പെട്ടാൽ. യൗമഇദിൻ, അന്നത്തെ ദിവസം. ബി ജഹന്നമ, നരകത്തെ. ജീഅ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. വജീഅ, കൊണ്ടുവരപ്പെട്ടാൽ. യൗമഇദിൻ, അന്നത്തെ ദിവസം. ബി ജഹന്നമ, നരകത്തെ. യൗമഇദിൻ, അന്നേ ദിവസം. യതദക്കറു, ഓർമ്മ വരും, ബോധോദയമുണ്ടാകും. അൽ ഇൻസാനു, മനുഷ്യന്. വഅന്ന, എന്ത് കാര്യമാണ്. ലഹു, അവനുള്ളത്. ലിദ്ദിക്ര, ആ ഉത്ബോധനം കൊണ്ട്. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകം കൊണ്ടുവരും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു, അന്ന് മനുഷ്യന് ബോധം വരും. വഅന്നാ ലഹു ദിക്ര, ആ ബോധം വരൽ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. യഖൂലു, അവൻ പറയും. യാ ലൈതനി, എൻ്റെ നാശമേ. ഖദ്ദംതു, ഞാൻ മുൻ ചെയ്തു വെച്ചിരുന്നെങ്കിൽ. ലിഹയാത്തി, എൻ്റെ ജീവിതത്തിന് വേണ്ടി. ലൈത്ത, ലൈതനി എന്നൊക്കെ പറയുന്നത് മുമ്പിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അതെൻ്റെ പരാജയമായിപ്പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ കാലേക്കൂട്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയും. കഴിഞ്ഞ ദിവസം സൂറത്തുൽ ഫജ്റിലെ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു, അനാഥയെ ആദരിക്കാതിരുന്ന, അതുപോലെ തന്നെ അഗതിക്ക് ഭക്ഷണത്തിന് പ്രേരിപ്പിക്കാതിരുന്ന, മറ്റുള്ളവർ വിട്ടേച്ചു പോയ അനന്തരാവകാശ സ്വത്ത് സ്വന്തം തിന്നുമുടിക്കുന്ന, സ്വത്തിനോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്ന ആളുകൾ, അവർക്കാണ് സർവ്വവിധ നാശവുമെന്ന് സൂചിപ്പിക്കേണ്ടത്.
ഇവിടെ പറയുന്നത് ലോകാവസാനത്തെ സംബന്ധിച്ചാണ്. ലോകം അവസാനിക്കുക. എങ്ങനെയൊക്കെയാണ് അവസാനിക്കുന്നത്? കല്ല ഇതാ ദുഃഖത്തിൽ അറുതുക്കന്തക്ക. കല്ല വേണ്ട, നിങ്ങളിങ്ങനൊന്നും വല്ലാതെ പെരുമാറണ്ട, അതിര് കവിടുന്ന് നിങ്ങൾ ജീവിക്കണ്ട. കാരണം ഭൂമി അത് പൊടി പൊടിയാക്കും. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വലിയ വലിയ മലകളൊക്കെ നശിച്ച് പൊടിഞ്ഞ് 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 ഒന്നായിട്ട് ഒരു സമതലമായിട്ട് രൂപപ്പെടുന്ന ദിവസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ മലയുടെ ആകൃതി മുഴുവൻ മാറ്റാൻ ഒരു പണിയില്ല. ഇപ്പോൾ കൊറോണ വന്നതുപോലെ, അതുപോലെ വലിയ വലിയ രോഗങ്ങൾ വരുന്നത് പോലെ, ഭൂമി ഒന്നായിട്ട് നിശ്ചലമാകുന്നത് പോലെ, വോൾക്കാനോസ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് തീരുമാനിച്ചോ അത് നടക്കും. അപ്പം അങ്ങനെ ഭൂമി മൊത്തം പൊടി പൊടിയായി ഈ ലോകത്തിൻ്റെ അവസ്ഥയാകെ മാറുമ്പോൾ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സുഫ, റബ്ബ് വരികയും മലക്കുകൾ അണിയണിയായി വരികയും ചെയ്യുമ്പോൾ, റബ്ബ് വരിക എന്ന് പറഞ്ഞാൽ റബ്ബ് എവിടുന്നോ വരികയാണെന്നല്ല, റബ്ബിൻ്റെ മാത്രമായ അധികാരം വരിക. മുഗളന്മാർ വരും, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം വരും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ആ വരുമ്പോൾ അവർ കണ്ടു വരികയല്ലോ, അവരുടെ അധികാരം വരികയാണ്. അതേപോലെ റബ്ബ് വരും എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ മാത്രമായ അധികാരം, മറ്റൊന്നിനും കൊടുക്കാതെ സ്വന്തം റബ്ബ് മാത്രമായി അധികാരം നടത്തുന്ന ദിവസം. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സംഗതിയും മാറ്റിയിട്ട് റബ്ബ് മാത്രം അധികാരം ഏൽക്കുന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം വരും. വലിയ മലക്കു സഫൻ സഫ, മലക്കുകൾ പല സ്ഥലങ്ങളിലും ജോലിയിലാണ്. 10,000 അല്ലെങ്കിൽ 70,000-ലധികം മലക്കുകൾ പല പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മലക്കുകളൊക്കെ കൂടി അണിയായിട്ട് അങ്ങനെ അങ്ങോട്ട് വരും. റബ്ബിൻ്റെ തീരുമാനം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. മലക്കുകളൊക്കെ ഇനി പുതിയ ജോലി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ആ സമയത്ത് വജീഅ യൗമൈദിൻ ബിജഹന്നം, അന്ന് നരകത്തിനെ കൊണ്ടുവരും. നരകത്തെ കൊണ്ടുവരുന്ന നരകം ഇല്ലായിട്ടല്ല, ആ നരകം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റബ്ബിൻ്റെ അർശിൻ്റെ ഇടത് ഭാഗത്തുകൂടെ മറ്റുള്ള ആളുകൾ, സത്യനിഷേധികൾ കാണുന്ന രൂപത്തിലേക്ക് നരകം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും. വലിച്ചഴിച്ച് മലക്കുകൾ കൊണ്ടുവരും. ആ കൊണ്ടുവരുമ്പോൾ യൗമൈദിൻ യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യന് ബോധം വരും, അയ്യേ അത് വേണ്ടിയിരുന്നില്ല, ഞാൻ ചെയ്തത് മോശമായിപ്പോയി എന്ന് ആ സമയത്ത് ഓർമ്മ വരും. പക്ഷേ അന്നാലഹു ദിക്റ, അന്നേരം ബോധം വന്നിട്ട് എന്ത് കാര്യമുള്ളത്? റൂഹ് തൊണ്ടൻകുഴിയിലെത്തുന്നത് വരെ നമുക്ക് മാറാനുള്ള അവസരമുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരുന്നത് എത്ര പ്രായം ചെന്ന മനുഷ്യനാണെങ്കിലും, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുള്ള ആൾ, ഇനിയിപ്പോൾ ഞാൻ മാറിയിട്ടെന്താ, 100 ആളെ കൊന്നയാൾ മാറാൻ തയ്യാറായപ്പോൾ, 101 ആൾക്കാരെ കൊന്നതിന് ശേഷം അയാൾ മാറാൻ തയ്യാറായപ്പോൾ അയാളെ സ്വർഗാവകാശിയാക്കിയെന്ന് ഹദീസിൽ വന്നിട്ടുള്ള സംഗതിയാണ്. അപ്പം നമ്മൾ മാറാൻ തയ്യാറാക്കുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ റൂഹ് തൊണ്ടകുഴിയിലെത്തി ഇപ്പം മരിച്ചു പോകും എന്ന് പറയുന്ന സമയത്ത് അസ്ലംതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നോ, അതുപോലെ എന്തെങ്കിലും ഒരു പദം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ തൊട്ട് മുമ്പ് വരെ മാറാൻ പറ്റും. അതേപോലെ തന്നെ പരലോകത്ത് എത്തി നരകം നേരെ മുമ്പിൽ കണ്ടിട്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമില്ല. ഈ ലോകത്താണ് പ്രവർത്തിക്കാനുള്ള സന്ദർഭം, ഈ ലോകത്താണ് വിശ്വസിക്കാനും തള്ളാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. അവിടെ എത്തിയാൽ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തിയിട്ട് മാറാൻ തീരുമാനിച്ചിട്ട് ബോധം വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, നടക്കാത്ത സംഗതിക്കാണ് ലൈത്ത ഉപയോഗിക്കുക. യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒക്കെ ചില സത്യനിഷേധികളായ ആളുകൾ മരണം ആസന്നമാകുന്ന സമയത്ത് പറയും. ലൈത്തൻ്റെ പ്രയോഗം അങ്ങനെയാണ്. അപ്പോൾ യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നേരത്തെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരവസ്ഥ വരും. ആ കരച്ചിലുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, മാറുക, അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. മാറാനുള്ള അവസരമാണിപ്പോൾ. എന്തൊക്കെ ധിക്കാരങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നിയാലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രവേശിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരും. എത്ര വലിയ തെറ്റുകൾ ചെയ്താലും പുറത്തു തരും. ആ തെറ്റ് പക്ഷേ ഈ സമയത്ത് പൊറപ്പിക്കണം. മരിച്ചതിന് ശേഷം, നരകം കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ റൂഹ് തൊണ്ടകുഴിയിലെത്തി ഇനി ഞാൻ ജീവിക്കൂലാൻ തോന്നുന്ന സമയത്ത് അവിടെ അല്ല മാറേണ്ടത്, ഇപ്പം മാറുക. റബ്ബ് നമ്മളെല്ലാം വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ചെയ്തു പോയ അപരാധങ്ങളൊക്കെ റബ്ബ് പുറത്തു നിന്ന് സ്വർഗം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
വാഹൃദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.